സോ ഹലോ ഗായ്സ്, എല്ലാവരും ഇന്ത്യാസ് ഗെയിമിൻ്റെ അടുത്തൊരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരു കിടിലൻ സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ വില്ലൻ എംസിയുടെ അടുത്തൊരു കിടിലൻ എപ്പിസോഡ് വീഡിയോസ് ഗൈസ്. അപ്പോൾ ഇതെൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ്, അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഈ സെർവർ എന്ന് പറയുന്നത് പബ്ലിക് സെർവറാണ്, SMP സെർവറാണ്. നിങ്ങൾക്ക് ആർക്കും കയറി കളിക്കാൻ പറ്റും. IP ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കയറി കളിക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ടീമിൻ്റെ ബേസ് ഇതാണ് ഗീസൊക്കെ. അപ്പോൾ ഇപ്പോൾ സെർവറിൽ ആരും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ ഗീസൊക്കെ. അപ്പം ഇതാണ് ഗീസ് ടീമിൻ്റെ ബേസ്. ഇവിടെ മതിലൊക്കെ ഉണ്ട്, ഇവിടെ എഴുതിയിട്ടുണ്ട് ഗീസൊക്കെ നിഞ്ചാസ് കിങ്ഡം എന്ന് എഴുതിയിട്ടുണ്ട് ഗീസ്. ഇതാണ് ഞാൻ ടീമിലുള്ള ആൾക്കാരെ പേരാണ് ഗീസ്. നിഞ്ചാസ്, ഞാൻ, QC, നിഹാൻ, നിഹാൻ നോ എൻട്രി വിത്തൗട്ട് പെർമിഷൻ. അറിയാലോ ഇതിൻ്റെ വെച്ചത്. അപ്പം ഇതാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. അപ്പം ഞാനിപ്പോൾ കറണ്ട് മൊബൈലിനകത്താണ് കളിക്കുന്നത്. PC എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ എനിക്ക് മൈക്കില്ല ബേസ്. അങ്ങനെ PC ഉപയോഗിക്കാത്തത്. ഇതെല്ലാം ഞാൻ PC-യിലാണ് ബിൽഡ് ചെയ്തത്. പിന്നെ ഇത് ഓൾഡസ്റ്റ് വെർഷൻ ആയതുകൊണ്ട് ഇതുണ്ട്. ഇതൊക്കെ ലാൻഡാണ്. ഈ മതിലൊക്കെ വേറെ ആയി. ഇതൊക്കെ ലാൻഡാണ്. ഈ മതിലൊക്കെ വേറെ ആയി. പിന്നെ ഞാനൊരു സ്റ്റാർട്ടിങ് പണിതിട്ടുണ്ട് ഈ ബേസ് ഫുള്ള് ഞാനാണ് പണിതത്. ഈ ബേസ് ഫുള്ള് ഞാനാണ് പണിതത്. നിൽക്കാൻ ഇടയ്ക്ക് സഹായിച്ചു. പിന്നെ ഇത് ഓരോരുത്തർ റൂമാണ് ബേസൊക്കെ. ഞങ്ങളുടെ ടീമിൻ്റെ ഓരോരുത്തർ റൂമാണ് ഈ കണ്ടിരിക്കുന്നത്. ഇത് QCയുടെ റൂം. QC സെർവറിൽ ആക്റ്റീവ് അല്ല. ഓക്കെ, പിന്നെ ഇത് നിസാൻ്റെ റൂമാണ് ബേസൊക്കെ. ഈ കാണുന്ന നിസാൻ്റെ റൂമാണ്. താഴത്ത് ഓടിക്കഴിഞ്ഞാൽ ഒന്നും ഇതൊക്കെ അയ്യോ നല്ല ലാഗുണ്ട്. നല്ല ലാഗുണ്ട്. ഇത് നമ്മുടെ കോച്ചൊക്കെ നമ്മുടെ ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം കേസ്. ഈ ബെഡ്റൂം കണ്ടിട്ടാണ് കേസ്. ഇതെൻ്റെ ഇതാണ് കേസ്. ഇത് എൻ്റെ റൂമാണ് കേസ് ഈ കാണുന്നത്. പിന്നെ ഇനി എനിക്ക് കാണിക്കാനുള്ള കുറേ സ്ഥലങ്ങളാണ് കേസ്. ഇതൊക്കെ സ്ഥലമാണ് കേസ്. ഇത് ഇപ്പുറത്ത് ഇതൊക്കെ പോണ്ടൊക്കെ ആയിരുന്നു കേസ് ഇവിടെ. പിന്നെ ഞങ്ങളാണെങ്കിൽ ഇവിടെ ഏരിയ ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് ഞാനെൻ്റെ സാധനം ഇവിടെയൊക്കെ ഏരിയ ഒക്കെ ക്ലിയർ ആക്കി. ഇവിടെ ഈ ഒരു സംഭവം ഇവിടെ നിഹാൻ ഇവിടെ ഒരു മാജിക് ട്രീ പണിഞ്ഞു. ഞാനത് പൊട്ടിച്ച് നോക്കിയതാണെന്നല്ലോ. അങ്ങനത്തെ ഒരു കസ്റ്റം ട്രീ ഇല്ല. ഇത് നമ്മുടെ ഇതിൻ്റെയാണ് കേസ്. നമ്മുടെ ചെറിയ ജോസഫിൻ്റെയാണ് കാണിച്ചത് കേസ്. കണ്ടോ, ചെറിയ ലോകമാണ്. ഇതിപ്പം PC ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്കിതൊന്നും കാണിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇത് നമ്മുടെ വില്ലേജ് ബ്രീഡറാണ് കേസ്. ഇത് ഞാൻ അപ്പുറത്തെ ബ്രോവിൻ്റെ വില്ലേജിൽ വന്നിട്ട് ഒരു ബ്രോ ഉണ്ട് കേസൊക്കെ. അപ്പോൾ ആ ബ്രോൻ്റെ എടുത്തതാണ് കേസ്. ടോണി എന്ന് പറയുന്നൊരു ബ്രോ അപ്പുറത്തെ വില്ലേജ് ധോണിക്ക് ആ ബ്രോയിന് അപ്പുറത്തെ ഒരു വില്ലേജ് ഉണ്ട് കേസൊക്കെ. അപ്പോൾ ഞാൻ അവിടുന്ന് ആണ് 2 വില്ലേജസിനെ എടുത്തത്. അപ്പോൾ പറഞ്ഞ എടുത്തത് കേസ്. പിന്നെ നമ്മുടെ ഇവിടെ ഇതുണ്ട് കേസ്. നമ്മുടെ മോഫ് ഫാം ഉണ്ട്. മോഫ് ഫാമിനകത്ത് ഇത് നിഹാൻ്റെയാണ് കേസൊക്കെ. ഇത് നിഹാൻ്റെ മോഫ് ഫാമാണ്. ഇത് ഫുൾ കോബ്സ്റ്റോണാണ്. നമ്മളെ മോഫ് ഫാം ഇതുപോലിരിക്കും കേസ്. ഇത് ഞാൻ കിടന്ന് ഉറങ്ങിച്ച് വരട്ടെ കേസ്. ഇത് നൈറ്റ് ഞാൻ പോയി കിടന്ന് ഉറങ്ങി വെച്ച് വരാം കേസ്. അങ്ങനെ ഡേ ആയിട്ടില്ല കേസൊക്കെ. ഞാൻ കിടന്ന് ഉറങ്ങി. ഇനിയൊക്കെ അവിടെ മോഫ് ഫാമിലോട്ട് പോവാം. ഈ മോഫ് ഫാം അങ്ങനെ മറക്കാവുന്നില്ല കേസ്. ഇതിൻ്റെ മണ്ടക്കോട്ട് കയറിയിട്ട് അവിടെ നമുക്ക് AFK വയ്ക്കാനുള്ള ഏരിയ ആണ് കേസൊക്കെ. ഇത് ഏറ്റവും പഴയ വർഷം ആയതുകൊണ്ട് തന്നെ അതിപ്പോൾ മൊബൈലാണ്. മറ്റേ മോജാവ് ലോഞ്ചർ എന്ന് പറയുന്ന ഒരു എൻ്റെ വീട്ടിൽ ഭയങ്കര ഉണ്ട്. ഇവിടെ നമ്മുടെ പേപ്പർ ഇപ്പം ഞാൻ കാണിച്ചു ചവട
ക്രീപ്പറൊക്കെ ഉണ്ടായിരുന്നു, അതിനടിച്ച് വിട്ടിട്ട് ഞങ്ങളുടെ ചെസ്റ്റ് ഉടുപ്പുണ്ട്. താഴോട്ട് ഇതിനകത്ത് എൻ്റെ ലൂട്ടൊക്കെ ഇതിനകത്തുള്ള ലൂട്ടൊക്കെ ഏതായാലും എടുത്തുകൊണ്ട് പോയി ഗൈസ്. എനിക്കറിയത്തില്ല, എനിക്ക് ആരെയും യാതൊരു പിടിയില്ല ഈ സാറ്. ഇതൊക്കെ പിന്നെ കുറേ ഇതൊക്കെ സ്കാഫോൾഡിങ് ആണ്, നമുക്ക് കാണാൻ പറ്റത്തില്ല കാരണം നമ്മൾ പല. പിന്നെ ഇതൊക്കെ എവിടെ നിന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇത് ക്രിയേറ്റീവാണ്, ബട്ട് ഇത് ക്രിയേറ്റീവ് അല്ല. ഇവിടുത്തെ ഇങ്ങനത്തെ സംഭവമുണ്ട്, ഞാൻ സ്ലാഷ് ഷോപ്പ് അടിക്കാൻ പറ്റും ഷോ. യെസ്, ഇപ്പം എൻ്റെ ഇത്ര ബാലൻസേ ഉള്ളൂ. ഓക്കെ, എൻ്റെ ഇത് PC അക്കൗണ്ടും ഇത് അക്കൗണ്ട് വേറെ ഉണ്ട്. ഇതിനകത്ത് ഇതാണ് എൻ്റെ അക്കൗണ്ട് കൊണ്ട് ഇതാണ് നമ്മുടെ ഷോപ്പ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഫുഡ് ഐറ്റംസ് ഇല്ലേ, പിന്നെ ബിസിനസ്സിനകത്ത് പോയതാണ്. നമ്മൾ ഇതിനകത്ത് കുറേ ഇതുണ്ട്, ട്രൈഡൻറ്റ്, പിന്നെ ടോട്ടോ ഉണ്ട്, പിന്നെ എലേറ്ററും ഉണ്ട്. ഇതെല്ലാം ഇപ്പം വിൽക്കാൻ പറ്റുന്നത്. ഇതിനകത്ത് പൈസ കൊടുക്കണം. പിന്നെ ഈ ഡേറ്റ് എന്ന് പറയുന്ന ഡേറ്റ് എന്ത് ചെയ്യണം, ഡേറ്റാണോ ഡേറ്റൊക്കെ ഈ ഒരു സാധനം സെല്ലാക്കി കഴിഞ്ഞാൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അത് സാധനം മാത്രമല്ല, നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് സെല്ലാക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. അതെ, ബേസ് എന്ന് പറയുന്നത്. പിന്നെ ബേസിൻ്റെ പിന്നെ പുറവശത്ത് അങ്ങനെ കാണില്ല. പുറവശത്ത് പിന്നെ അധികം ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ബേസൊക്കെ. അതൊക്കെ ഞങ്ങൾ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. പുറവശത്ത് ഞങ്ങൾ അധികം ചെയ്തിട്ടില്ല. മണ്ടയ്ക്ക് പോട്ടെ. ഇപ്പോൾ അങ്ങനെ സ്റ്റെപ്പുണ്ട്. പിന്നെ അവിടെ ഞാൻ 2 അർമോഡീനെ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അർമോഡീനെ കൗവായതല്ല, ഞാൻ വർഷം ഉണ്ടാകുന്നതല്ലേ ആക്കിയത് ബേസൊക്കെ. ഇതാണ് അർമോഡീൽ. ഞാൻ പൈസ ഉണ്ടെന്ന് വെച്ചാൽ ആൾക്കാർക്ക് വിറ്റിട്ടേ നമുക്ക് പൈസ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ വെച്ചു. പിന്നെ ഷുഗർക്കേനായാലും അങ്ങനെയൊക്കെ തന്നെയാണ് ബേസൊക്കെ. കാരണം നമുക്ക് ഇതിൻ്റെ പൈസ ഉണ്ടാക്കണം, അതാണ് നമ്മളെ ലക്ഷ്യം. ഇന്നത്തെ നിങ്ങൾക്ക് താല്പര്യമുള്ളവരല്ല എല്ലാവരും കയറി ബേസൊക്കെ. ഇതൊക്കെ പബ്ലിക് സർവർ, പബ്ലിക്കാണ്. ലാൻഡ് ഗെയിമിംഗ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ബേസൊക്കെ സേഫാണ്. എല്ലാം ചെറിയ ബോസാണ് ബേസൊക്കെ. ഇതാണ് പുറത്ത് നിൽക്കുന്നത്. കാട് പിടിച്ചിരുന്നൊരു ലുക്കാണ് ഒക്കെ ഞാനൊക്കെ ഇതിലും ലുക്കായി. ഇതൊക്കെ ആ വർഷങ്ങൾ കാണണം. ഞങ്ങളുടെ PC വീടാൻ നോക്കാം ബേസൊക്കെ. പിന്നെ നമ്മളൊരു പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ വിൻഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കിന് തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫോൺ. നമ്മളങ്ങനെ സ്മോൾ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിൽ ഞങ്ങൾ ക്രിയേറ്റീവാണ് ബേസൊക്കെ. എന്തായാലും ഒട്ടുമിക്ക സർവറിലെല്ലാം ഒരു സ്മോളൊക്കെ ക്രിയേറ്റീവ് എല്ലാം ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഉള്ളൂ എസ് സർവറാണ്. എന്ത് ഈസ് നോട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്ത് ഇപ്പോൾ ഓപ്പൺ അല്ല, ബേസിൻ്റെ ഓപ്പൺ ആക്കും. ഓക്കെ, ഇപ്പോൾ അടുത്ത മാസം അപ്പോഴായിരിക്കും എന്ത് ഓപ്പൺ ആകുന്ന ബേസിൻ്റെ അറിയിച്ചില്ല, തീരുമാനിച്ചില്ല. ഇതാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്പോൺ. ഈ സ്പോൺ ബിൽഡിങ്ങാണ്. പിന്നെ നമ്മുടെ ഇവിടെ ഒരു ഫ്രണ്ടറിൻ്റെ ബേസ് ഉണ്ടായിരുന്നു, അതിപ്പോൾ കാണുന്നില്ല. പിന്നെ ഫ്രണ്ടറിൻ്റെ റെസ്ക്യൂ ഫാം ഉണ്ട് ബേസുകൾ. അത് ഓക്കെ, നിങ്ങൾ ഈ ഫീച്ചർ കാണിച്ചു. നിങ്ങളിങ്ങനെ ചത്തുപോയെന്ന് വിചാരിച്ചു. നിങ്ങൾ ഇവിടെ നിന്നിട്ട് നിങ്ങൾ ബാക്ക് അടിച്ചാൽ മാത്രം മതി. സ്ലാഷ് ബാക്ക് അടിച്ച് നിങ്ങളെ കുറച്ച് 5 മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ചത്ത സ്ഥലത്തൊക്കെ എത്തും.
ഞാൻ എക്സ്പെക്ട് ചെയ്താണ് നിങ്ങളുടെ ലോഡ്ജിൽ നിങ്ങളെ കിട്ടും. പിന്നെ ഇത് നമ്മുടെ സെൻട്രൽ എസ് പി ഫാമാണ് സ്കെൽട്ടൺ എസ് പി ഫാമാണ്. ഞാൻ ചെക്ക് ഞാൻ കാണിച്ചു തരാം. സ്കെൽട്ടൺ എസ് പി ഫാമാണ്. അത് ഇതുവരെ ഇവിടെ നിൽക്കുന്നില്ല. നമുക്ക് ഇവിടെ നമുക്ക് നേരെ സ്പോണിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ. അപ്പം ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് എടുക്കുകയാണെങ്കിൽ ഓരോരോ എപ്പിസോഡ്സ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം അതിനൊക്കെ മുമ്പ് നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ഇരിക്കുക. നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വില്ലൻ എം സി പോകത്തുള്ളൂ. ഓക്കെ, അപ്പം വില്ലൻ എം സി സെർവറൊക്കെ എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്ത ദിവസം കാണുന്ന അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. അപ്പം ബൈ.